എടാ സൈക്കോ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അണ്ണൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അത് മറ്റേ ചെന്നൈയിലുണ്ടായ പ്രശ്നമല്ലേ? അതെ അതെ. ഇത് ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്? ഇതൊരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ? ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചിരുന്നു, നീ അതിനെന്താ മറുപടി പറയാത്ത? ഇന്നലെ നീ എവിടെയായിരുന്നു? എടാ ഇന്നലെ നല്ല തിരക്കായിരുന്നു, അവിടെ പള്ളിയിൽ പെരുന്നാളൊക്കെ ആയിരുന്നില്ലേ? ഇതെല്ലാം മറ്റേ ലാബിൽ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടാണല്ലോ നീ സയന്റിഫിക്കലി ചെയ്യുന്നതല്ലേ? അതൊന്നും കമ്പയർ ചെയ്യല്ലേ, നീ ഒന്ന് പോയിക്കേ. നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഏറ്റവും കൂടുതൽ വിശുദ്ധ കള്ളങ്ങൾ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുള്ളവരാണ്. അവരുടെ ഇപ്പം ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടെന്ന് കാണിക്കാനായിട്ട്, അത് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ കുറേ കള്ളങ്ങൾ പറയും. അതിനെ വിശുദ്ധ കള്ളങ്ങൾ എന്നാണ് പറയുന്നത്. അത് മൈക്കിൽ കൂടെ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയും. അതുപോലെ ഈ പാരനോർമൽ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ട് രീതിയിലാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഒന്ന് ഞം അടിക്കാൻ, രണ്ട് ഞങ്ങളെപ്പോലെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, എന്തിനാണ് ആൾക്കാർ ഇതിനെ ഭയക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റേ ഞം അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വന്നിട്ട് ഇതേ കണ്ടോ, അവിടെ കണ്ടോ, അവിടെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കണ്ടോ, അവിടെ ഒരു ചെറിയൊരു വേരിയേഷൻ കണ്ടോ, അങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ തീർന്ന്. മനസ്സിലായോ? അത്തരം സംഭവങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഇത്. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കും, ഇതിൽ മാത്രമേ ചൂഷണം ചെയ്യപ്പെടൂ? ഒന്നുമില്ല, സയന്റിഫിക് മേഖലയിൽ വരെ ചൂഷണമുണ്ട്, സയൻസ് ലാബിൽ വരെ ചൂഷണങ്ങളുണ്ട്. നമ്മുടെ അണ്ണൻ്റെ ആൾക്കാരൊക്കെ ചെന്നൈയിൽ കുറച്ച് സ്ഥലം വാങ്ങി, കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി. ആ സമയത്ത് സ്ഥലം വാങ്ങിയ സമയത്ത് ഇവരറിയാലോ, ആ നാട്ടുകാർക്ക് ഭയങ്കര ഭക്തിയും, പ്രത്യേകിച്ച് ഈ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ ആ വാങ്ങിയ സ്ഥലത്ത് കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന പഴയ എന്തൊക്കെയോ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് അവിടെ നിന്നൊരു പഴയ മരപ്പാവ പോലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ എന്താ പറയുക, ഈ പുരാതന കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള കെട്ടിടങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒന്ന് രണ്ട് മരപ്പാവയൊക്കെ കിട്ടി. അവരുടനെ എടുത്തു വെച്ച് അവിടുത്തെ മാവിൻ്റെ ചോടൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഈ അണ്ണൻ ഒടുക്കത്തെ ഭക്തിയാണല്ലോ. അണ്ണൻ അതിലൊരെണ്ണത്തെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, ഒരു സാധനത്തെ. ഒരു എന്തോ, ഞാൻ പ്രതിഷ്ഠ എന്നൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അതിനെപ്പറ്റി ഇവിടുത്തെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അണ്ണൻ അതിനു മുമ്പ് വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയും പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ വീട്ടിലെന്തൊക്കെയോ ചെറിയ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തെന്നാ, ഒരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ജ്യോതിഷനെ കൺസൾട്ട് ചെയ്തപ്പോൾ ജ്യോതിഷം പറഞ്ഞു, പണ്ട് നിങ്ങൾ ഈ വാങ്ങിച്ച സ്ഥലത്ത് പ്രേതങ്ങളെ ആവാഹിച്ച് വെച്ചിരുന്ന ഒരു പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ പ്രേതത്തെ ആവാഹിച്ച് വെച്ചതാണ്. ഇതിനകത്തൊരു ഇവർ വിശ്വസിക്കാൻ കാരണമുണ്ട് കേട്ടോ. കാരണം ഈ ജ്യോതിഷന് ഇവർ സ്ഥലം വാങ്ങിയ കാര്യമോ ഇവർക്ക് അവിടെ നിന്ന് ഇത് കിട്ടിയ കാര്യമോ അറിയില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിലൊന്നും വിശ്വസിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ പോകില്ല. ഇത് വിശ്വസിച്ചില്ലെങ്കിലും ഇതേപോലെ നടക്കണ്ടേ? നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ നടക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഭയക്കാതിരിക്കാനായിട്ട് അതില്ല എന്നങ്ങ് വിശ്വസിക്കുന്നത്. അല്ലാണ്ട് വേറെ ഇത് മനസ്സിലായി. ഇപ്പോൾ ചിലർ പറയും കറണ്ട് വന്നപ്പോൾ പ്രേതങ്ങളൊക്കെ ഇല്ലാണ്ടായിരുന്നു. ചുമ്മാ പറയണതാ. മനുഷ്യൻ പ്രേതവേഷം കെട്ടി നിന്ന സ്ഥലങ്ങളിൽ ഇന്ന് പ്രേതങ്ങളില്ല. മനസ്സിലായോ? മറ്റേ വളവിൽ പ്രേതവേഷം കെട്ടി മറ്റേ നിഴലായി പാടി നടന്ന ആ സ്ഥലങ്ങളിലൊന്നുമില്ല. കാരണം ലൈറ്റ് വന്നപ്പോൾ ആളെ കാണാൻ പറ്റും. ആ സാധനങ്ങളില്ലാതെ ഉള്ളൂ. അല്ലാതെ നമ്മളെ ഹൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് അതെന്താന്ന് ആർക്കും അറിയത്തില്ല. അതിനെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, അതൊരു മാനസിക ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ തലച്ചോറല്ലേ, കോടിക്കണക്കിന് കോടാനുകോടി ന്യൂറോണുകൾ പ്രവർത്തിക്കുന്ന മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാം. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലും നമ്മളെ കൊണ്ട് നടക്കൂല. നമ്മുടെ ലിമിറ്റ്സ് അത്രയാണ് മനുഷ്യനും. അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യുന്ന, അവിടെ ചെന്ന് ഈ ജ്യോതിഷന് ഇത് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ ഇത് വീട്ടിലുള്ളവരടുത്ത് പറഞ്ഞു, നമ്മുടെ വീട്ടിലിരിക്കുന്ന പാവ പ്രേതപ്പാവയാണ് എന്ന് പറഞ്ഞാൽ. അത് കരിങ്കല്ലിൻ്റെ പാവയും മരത്തിൻ്റെ പാവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മരപ്പാവയാണ് പുള്ളി വീട്ടിൽ കൊണ്ടുവന്നത്. ഇവർ പേടിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇത് കൊണ്ടു കളയാൻ തീരുമാനിച്ചപ്പോൾ ഈ ജ്യോതിഷനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെ ഒഴിവാക്കണം. ഇവർ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ദുർമരണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ജ്യോത്സ്യം പറഞ്ഞു. അവരുടെ അത് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മദ്രാസിൽ വെച്ച് മരിക്കുന്നു. അത് മരിച്ചപ്പോഴത്തേക്ക്
ഇവരെന്ത് ചെയ്തെന്നാ ആ ഇൻസിഡൻറ്റിനെ ഈ പ്രേതമായിട്ട് അങ്ങ് കണക്ട് ചെയ്തു, ഒന്ന് കണക്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ്റെ ഈ ശവദാഹവും അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് പുഴയിൽ ഒഴുക്കാനൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് ഇവരുടെ സിസ്റ്ററുടെ ഹസ്ബൻഡ് കുഴഞ്ഞു വീണു. പുള്ളി എടുത്ത് ആശുപത്രി കൊണ്ടുപോയ ഉടനെ പുള്ളിക്കാരന് വേറെന്തോ പ്രശ്നങ്ങളാണ്, ഇപ്പോൾ സർജറി നടത്തണമെന്നൊക്കെ പറഞ്ഞു വലിയ ഫണ്ട് ചെയ്തു സർജറിയൊക്കെ നടത്തി. അവർ രക്ഷിക്കാൻ പറ്റില്ല, ആൾ മരിച്ചുപോയി. അപ്പം 2 മരണം, ജ്യോതിഷം പറഞ്ഞ പോലെ 2 മരണങ്ങൾ നടന്നു. ഇത് എന്ത് ചെയ്തെന്നാൽ ഇവർ ഈ പ്രേതപ്പാവ ഇവരുടെ വീട്ടിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അതൊരു വിശ്വാസം. പക്ഷേ അതില്ലെങ്കിലും ഇത് സംഭവിക്കൂലേ? അതില്ലെങ്കിലും സംഭവിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു സാധനം സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാൻ സംഭവിക്കും. അല്ലാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൂടെ എന്തെല്ലാം സാധനങ്ങൾ പോയിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ജ്യോത്സ്യന്മാർ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണത്? അത് അവരുടെ ബിസിനസ്സാണ്. 100% ഗ്യാരണ്ടി തരാനായിട്ട് നിങ്ങളുടെ സാറ്റലൈറ്റ്സിന് പറ്റുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത. അത് തന്നെയല്ലേ ഒരു ജ്യോതിഷനും പറയുന്നത്. നിങ്ങളത് ചിലപ്പം അതങ്ങ് മാറിപ്പോവും. അയാളും പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സയൻസിന് 100%, നമ്മുടെ സയൻസ് എന്ന് പറയുന്ന സാധനത്തിനും 100% ഒരു കാര്യം പറയാൻ പറ്റില്ല. ഏതെങ്കിലും 1-2 കാര്യം പറയാം. അത് ചില ജ്യോതിഷന്മാരും പറയാറുണ്ട്. അപൂർവമായി. നിങ്ങൾ നിങ്ങളുടെ ടീമും പോയിട്ട് അവിടെ എന്താ ചെയ്യണത്? ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് സയന്റിഫിക്കലി ആ പ്രദേശത്തെക്കുറിച്ച് പഠിക്കുക. ഈ ഒരു പ്രശ്നം ഇവർ അറിഞ്ഞതിന് ശേഷം ആ വീട്ടിലുണ്ടായ ആൾക്കാരുടെ മാനസികമായ ട്രോമാസിനെ കുറിച്ച് പഠിക്കുക. അതിൽ നിന്ന് ഇവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ വണ്ടി കൊണ്ടുപോയി ലോറിക്കടിയിൽ കയറ്റി കൊടുക്കും. നമ്മുടെ ഉള്ളിൽ ഈ ഫിയർ നിൽക്കുകയാണ്, നമ്മൾ അപകടത്തിൽപ്പെടും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം മനസ്സിൽ ഇരുന്നിരുന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ സാധനം വിളിച്ചു വരുത്തുന്നതല്ല, നമ്മൾ പോയി കയറും അതിനകത്ത്. അങ്ങനെ പറ്റുന്ന മരണങ്ങളാണ്, അങ്ങനെ പറ്റുന്ന അപകടങ്ങളാണ്. പിന്നെ ഈ അപകടങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് അങ്ങ് ക്ലബ് ചെയ്യും. ഇത്രയാണ് ആ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും. പിന്നെ ഒരു രസമുണ്ട് കേട്ടോ, ഈ പ്രേതപ്പാവയെ കൊണ്ട് കളയാനായിട്ട് മിക്ക മാന്യന്മാരായ നല്ല ആൾക്കാരെ വിളിച്ചിട്ടും ഒരുത്തനും തൊടുന്നില്ല. ഇങ്ങാരുടെ അനിയൻ നല്ലൊരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്നേ, നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അയാളുടെ ആശാന്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നില്ലേ, ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, പക്ഷേ ഞങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കില്ല. അല്ലടെ ഇപ്പൊ ഇതേപോലെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ടീമിനെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്ത്? ഞങ്ങളുടെ ടീമിന് ഇങ്ങനെ അറിയാവുന്നതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇല്ല, ഞങ്ങളുടെ ടീമിനെ ഓൺലൈൻ വഴി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കും. കേട്ടതിന് ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾ വന്ന് കാണും. നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ, അല്ല ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ പ്രേതമാണോ എങ്കിൽ ആ പ്രേതം ഏതാണ്, അതിനെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ ഇതിനെ പേടിക്കുന്നില്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കും. ഇത് മനുഷ്യനുണ്ടാക്കിയ പ്രേതാത്മാക്കളാണോ അതോ അല്ല അവിടെ അങ്ങനൊരു അവസ്ഥയുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയും അങ്ങനെ ഒരു സാധനം സയൻസ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയും. ഇന്നും നമ്മുടെ ഇവിടുത്തെ കാടുകളിൽ എന്തെല്ലാം തരം ജീവജാലങ്ങളുണ്ടെന്ന് നമുക്ക് ഐഡിയ ഇല്ല എന്നും പറഞ്ഞാൽ അതില്ലാന്നല്ല, നമുക്ക് അറിയത്തില്ല. എന്നിട്ട് നീ മറ്റേ അണ്ണന്റെ അവിടെ നീ എന്ത് ചെയ്ത്? നിങ്ങളെ ടീം ഫുൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ ടീം ആ വീട് മൊത്തം കോമ്പ് ചെയ്തു. അവിടെ നിന്ന് മൊത്തം അതിന്റെ കാരണങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ആ പാവ എടുത്തോന്ന് ചോദിക്കും. ഞങ്ങൾ എടുക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ സിസ്റ്റങ്ങളിൽ നമ്മുടെ എല്ലാ മതവിശ്വാസങ്ങളിലും ഈ പ്രേതാത്മാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ഉള്ള കാരണം എന്ത് ചെയ്യുന്നു, ഇതിനെ എക്സോസിസം ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതികളിൽ ഇതിനെ കൊണ്ടുവന്ന് തളയ്ക്കുന്നത് ഏതെങ്കിലും വൃക്ഷങ്ങളിൽ ആണിയടിച്ച്, നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പാലയിലും പനയിലൊക്കെ ആണിയടിച്ച് പ്രേതാത്മാക്കളെ തളയ്ക്കും. അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസപ്രകാരം ഏതെങ്കിലുമൊക്കെ ഈ ബൊമ്മകളുണ്ടല്ലോ, ഡോൾസ്, അതിൽ ഇതിനെ ആവാഹിച്ചിരുത്തി വെച്ചിട്ട് ഈ സാധനത്തെ ഇവർ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയപ്പം ഇവരുടെ പറമ്പിൽ നിന്ന് ഇവർക്ക് കിട്ടി, ഇവരെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. അതുകൊണ്ട് ദോഷം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഇച്ചിരി കൂടി സിവിയറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മുടെ മൈൻഡ് സിസ്റ്റത്തിൽ ഇരിക്കുകയാണ് ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ആ വിഷയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ആ വീട്ടിൽ.
ഇല്ല, ക്യൂറായിട്ടൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആ നിരീശ്വരവാദിയുടെ നേതാവ് പറഞ്ഞ പോലെ ഞങ്ങൾ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാറില്ല.